Well, my dear friends, once again JFK here. This regarding today we are talking about the India-Russia joint venture with ice-breaking ship building. ഇന്ത്യയും റഷ്യയും ചേർന്ന് ഐസ് ബ്രേക്കിങ്ങിന് വേണ്ടുന്ന ഷിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. 2023 ഭാരത് ഗവൺമെൻറ് ഇന്ത്യയുമായൊരു പ്രപ്പോസൽ വെച്ചിരുന്നു. അവർക്ക് വേണ്ടുന്ന ഐസ് ബ്രേക്കിംഗ് ഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു പ്രപ്പോസലാണ് വെച്ചിരുന്നത്. റഷ്യനെ സംബന്ധിച്ച് വളരെയധികം സാങ്ഷൻസും അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതിനോ മറ്റുള്ള ജന സംവിധാനങ്ങളില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം സാങ്ഷൻ നിലനിർത്തുന്നതുകൊണ്ട് അവർ ആദ്യം ചെയ്യണം, വേണമെന്ന് വെച്ചാൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് അവർ യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ കൺട്രികളെല്ലാം ഇരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയുമായി കൈകോർക്കുകയും ചൈനയുമായിട്ടായിരുന്നു അവരുടെ ബന്ധം നിലനിന്നിരുന്നത്. ചൈന അവരുടെ ഒരു മേജർ പാർട്ട്ണറായിരുന്നു ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ. അവർക്ക് അതിനുള്ള എല്ലാ കപ്പാസിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാവിധ കഴിവുകളും ഉണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്നു ചൈന മുഴുവനും അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലോട്ടുമായിട്ടും അവർ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ റിക്വസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് 2030 ആകുമ്പോഴേക്കും 50 ഐസ് ബ്രേക്കിംഗ് ഷിപ്പെങ്കിലും ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി 4 ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് ഉണ്ടാക്കുന്നതിന് ഉള്ള ഓർഡർ ലഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്തരം ഷിപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്റാർട്ടിക് സൈഡിൽ നമുക്കെല്ലാവർക്കും ഒരു ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. റഷ്യയുടെ ഒരു വലിയ ഭാഗം ഇത്തരത്തിൽപ്പെട്ടതാണ്. അവിടെ ഒരു ഷിപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഐസിലൂടെ കടന്നു പോകാൻ സാധാരണ ഷിപ്പുകൾ എല്ലാം തകർന്നു പോകും. അതിന് ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് എന്നൊരു സ്പെഷ്യൽ ടെക്നോളജി ഉപയോഗിച്ച് ഹീറ്റിംഗ് മെത്തേഡ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഐസിൽ ബ്രേക്ക് ചെയ്ത് അത് ഐസ് ബ്രേക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നാലെയാണ് ബാക്കിലൂടെ ചേർന്നാണ് നമ്മുടെ മറ്റുള്ള ഷിപ്പുകൾ കടന്നു പോകുന്നത്. അത് നോൺ ന്യൂക്ലിയർ ഷിപ്പുകൾക്കാണ് ഇന്ത്യ കോൺട്രാക്ട് വിളിച്ചിരിക്കുന്നത്. കാരണം ന്യൂക്ലിയർ ഷിപ്പുകൾ ഉണ്ടാക്കുന്ന ടെക്നോളജി ഇന്ത്യയുടെ കയ്യിൽ ഇന്ന് ഇല്ല, അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഇന്ത്യക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് റഷ്യക്ക് അറിയുകയും ചെയ്യാം, നമുക്കും നല്ല വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷെ ഇത്തരം ഒരു ഷിപ്പ് ബിൽഡിംഗ് സെക്ടർ കടന്നു വരുന്നതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഷിപ്പ് ബിൽഡിംഗ് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും പക്ഷേ അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും ഈ ഷിപ്പ് ബിൽഡിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കമ്പനി വളരെ നാളുണ്ടായിരുന്നു ഇവിടെ. ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ പിപ്പാവ, LNT, ABG ആൻഡ് ഗോവ ഷിപ്പ്യാർഡ്, വെസ്റ്റേൺ ഇന്ത്യ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ രത്നഗിരി ഭാരതി ഷിപ്പ്യാർഡ്, ഇത്തരം ഷിപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുകയും ഷിപ്പ് ബിൽഡിങ്ങും റിഗ് ബിൽഡിങ്ങും ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനെന്ന് മനസ്സിലാക്കുന്നത് 2009 ഫൈനാൻഷ്യൽ ക്രൈസിന് ശേഷം മിഡിൽ ഈസ്റ്റ് പല രാജ്യങ്ങളുടെയും പരാജയമായതിനു ശേഷം വേൾഡ് മൊത്തമുണ്ടായ ഇമ്പാക്റ്റ് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ടർ കംപ്ലീറ്റ് തകർന്നുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് പേഴ്സണലി അറിയാം, പിപ്പാവ ഷിപ്പ്യാർഡിൻ്റെ 2 നോർവീജിയൻ ഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് അന്ന് ക്യാൻസലാക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. കാരണങ്ങൾ അനവധിയാണ്. റിസൾട്ട് ഈസ് റിമൈനിങ് സെയിം ബിക്കോസ് ദർ ഇസ് നോ പ്രോജക്റ്റ് ആൻഡ് ദർ ഇസ് നോ ജോബ്, ദർ ഇസ് നോ പേയ്മെൻറ്റ് ആൻഡ് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ കടന്നു വന്നിരുന്നു. അതിനുശേഷം പല ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളും ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ നല്ല നിലയിൽ പോയിരുന്നു. അത് നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മാണത്തിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ അധികാരികളോട് വളരെ കടപ്പെട്ടിരിക്കുന്നു, വളരെ നല്ല നിലയിലിരിക്കുന്നു. പക്ഷേ എൻ്റെ ഇത്രയും കൊല്ലത്തെ ഷിപ്പ് ബിൽഡിംഗ് ഫീൽഡിലുള്ള ഞാൻ വളരെ അമേരിക്കനും യൂറോപ്യൻ കമ്പനികളുമായി ഷിപ്പ് ബിൽഡിംഗ്, റിഗ് ബിൽഡിങ്ങിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് INS വിക്രാന്ത് ഇന്ത്യയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നതിനെടുത്ത സമയത്തിനേക്കാൾ വളരെ കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിദേശ രാജ്യങ്ങൾ പലപ്പോഴും അതിൻ്റെ ഒരു 60% സമയം കൊണ്ട് നമ്മുടെ പണിയെല്ലാം കഴിച്ച് സാധനം വെളിയിൽ നീറ്റിലിറക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് ബാക്കപ്പോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റിയോ അതൊക്കെ അത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാവാം. അതിനെപ്പറ്റി നമ്മൾ ആധികാരികമായി പറയാൻ നമ്മൾ തയ്യാറല്ല. പക്ഷേ ജനറലി നോക്കുകയാണെങ്കിൽ ഒരു ഷിപ്പ് ഉണ്ടാക്കുന്നതിന് എത്ര വർഷം വേണം എന്നൊരു ചോദ്യമുണ്ട്.
ഒരു റിഗ് ബിൽഡ് ചെയ്യുന്നതിന് എത്ര സമയം വേണം? അപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മാത്രം ഈ നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഇല്ലാത്തത്? ഇതേ ഇന്ത്യക്കാർ തന്നെയാണ് വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്തത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേ ഇന്ത്യക്കാർ നമ്മുടെ നേവൽ ആർക്കിടെക്ട്സും മറ്റുള്ള ആളുകളും എല്ലാവരും വളരെ ബുദ്ധിപരമായി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഷിപ്പുകൾ വളരെ സാധാരണ ഒരു 4 വർഷത്തിൻ്റെ ഷിപ്പ് 3 വർഷത്തിലേക്ക് നമ്മൾ ഇറക്കുന്നു. ഇവിടെ 4 വർഷത്തിൻ്റെ ഷിപ്പാണ് എസ്റ്റിമേറ്റഡ് ടൈമെങ്കിൽ ഇത് 8 വർഷമായിട്ട് ഇറങ്ങുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ കയറി കല്ലെറിയാൻ മതി. ഇവിടുത്തെ പല കാരണങ്ങളുണ്ടായിരിക്കും. ഒന്നുകിൽ ഇവിടുത്തെ യൂണിയൻ വിചാരിച്ച പോലെ കോൺട്രാക്ടർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അവർക്ക് അവരുടെ കൺട്രോളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് പല ലീഡർമാർക്കും പല ഓഫീസർമാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവരും അത് വായ മൂടി കെട്ടി വെക്കുന്നു. കാരണം അവർക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് എന്താ മാസത്തുമ്പോൾ പൈസ കിട്ടും, അവർക്ക് വേണ്ട ഇഷ്യൂ. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? കോൺട്രാക്ടർ കുത്തുവാള എടുത്തിട്ട് അവൻ്റെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് മുന്നോട്ട് പോകുന്നു. അതിനെന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ വീട്ടിലോട്ട് സമരം വരിക, കുടി പിടിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാര്യം ഞാനിതിൻ്റെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ട്രാക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഞാനുമായിട്ടുള്ള ബന്ധം. INS വിക്രാന്ത് ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽ എന്നതിലെല്ലാം വർക്ക് ചെയ്തിരുന്നൊരു കമ്പനിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ കുറേ ആളുകൾക്ക് നമ്മളെല്ലാവരും പലപ്പോഴും പറയും മോദിയെ കുറ്റം പറയുന്നു, മോദി ഗവൺമെന്റിനെ തെരുവിളിക്കുന്നു, അവർ അദാനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അംബാനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഗുജറാത്തികളെ സപ്പോർട്ട് ചെയ്യുന്നു. യെസ്, ദേ ആർ ഡൂയിങ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമെന്നാണ് ഞാൻ പറയുക. കാരണം അവരുടെ നാട് വളരേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരുടെ നാടിലൂടെ ഇന്ത്യയാണ്, ജോലികളാണ്, തൊഴിലവസരങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കേരളീയരാണെന്ന് നമുക്കുള്ളത്. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കമ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റോ ലീഡറോ മന്ത്രിയോ തന്ത്രിയോ ഒരുത്തരും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവനെ തെരുവിളിക്കാൻ, അവൻ്റെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് കല്ലെടുത്തെറിയാനും, അവനെ തെരുവിളിക്കാനും, സൊസൈറ്റിയിൽ അവനെ നാണം കെടുത്തുന്നതിനും, അഥവാ 1 ദിവസത്തെ പേയ്മെന്റ് 2 ദിവസത്തെ പേയ്മെന്റ് ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ഒന്ന് സമരം ചെയ്യുന്നതിനും നിങ്ങൾ തയ്യാറായിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഇതിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇതല്ല അവിടെ ഗുജറാത്തിൽ സംഭവിക്കുന്നത്. അതായിരിക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കൈത്താങ്ങി അതിനെ നിലനിർത്തും. ഒരു കമ്പനി ഉണ്ട്, ഒരു ബൂർഷാസി ഉണ്ടെങ്കിലാണ് അതിന്റെ പിന്നിൽ ആളുകൾക്ക് ജോലി ചെയ്യാനും ജീവിക്കാനും പറ്റുമെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അവിടെ. ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബൂർഷാസി എന്നൊരു വീട് ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നാലെ കുറെ ആളുകൾ അവനെ തെരുവിളിക്കാനായിട്ട് നടക്കുക. അതിന് കൂട്ടുപാടുന്ന ഒരു ഭാഗം കേരളീയർ. അതുകൊണ്ട് എന്തായി? ഒരാൾ പോലും കേരളത്തിൽ നിന്ന് അംബാനിയോ അദാനിയോ ആവാൻ ഇവർ സമ്മതിക്കുന്നില്ല. അഥവാ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവനെ തെരുവിളിക്കുന്നതിന് വളരെ മുൻപന്തിയിൽ വരികയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഒരു കമ്പനിക്കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. അവനൊരു വീഴ്ചയുണ്ടാവും, തെറ്റുപറ്റാത്തവരും പ്രശ്നങ്ങളില്ലാത്തവർ ആരാളുള്ള ഏത് കമ്പനി നടത്തുന്നതെന്ന് നടത്തിയവരല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം നടത്താതെ ഇവിടെ ഇരുന്ന് ഓൺലൈനിൽ വിളിച്ചു പറയുന്ന കുറേ മാന്യന്മാരുണ്ട്. എന്ത് അവൻ ജീവിതത്തിൽ ബിസിനസ് എന്താണെന്നോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നോ അത് നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, മറ്റുള്ള കാര്യങ്ങൾ, അതിന്റെ ഫണ്ടിങ്, സാലറി, ഇത്തരം കാര്യങ്ങളിലോട്ട് കടന്നു വരുന്നില്ല. പലരും ഇവിടെ ഒരു മൈക്ക് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് തെരുവിളിക്കാൻ മാത്രം കൂട്ടു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അതല്ല, നിങ്ങൾ ആലോചിക്കണം, അവൻ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അദാനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അയാൾ ഇത്രയും ഇന്ത്യയിൽ നമ്പർ 1ലേക്ക് വന്നതും വേൾഡിലത്തെ എണ്ണപ്പെടുന്ന ആളുകളിലേക്ക് കടന്നു വന്നു. അംബാനി കടന്നു വന്നു. കേരളത്തിൽ ഒരാൾ എന്തുകൊണ്ട് വരുന്നില്ല? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആയിട്ട് ഒരാൾ പോലും കടന്നു വരുന്നില്ല. സോറി ടു ടെൽ ദിസ് തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ പീപ്പിൾ. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എൻ്റെ കമ്പനി വർക്ക് ചെയ്തിരുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? 2 ദിവസം സാലറി ഡിലേ എന്നും പറഞ്ഞിട്ട് ഉടനെ 10-15 ആൾക്കാർ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ജിന്ദാബാദ് വിളിച്ചിരിക്കും. ഇതാണ് ഇവിടുത്തെ കഴിവ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് തിങ്ക് ചെയ്യാനുള്ള കഴിവോ അതിൻ്റെ മാനേജ്മെന്റോ അതിന് ഉത്തരവാദപ്പെട്ടവരോ തിങ്ക് ചെയ്യാൻ തയ്യാറല്ല. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായി, ഫെയിലിയർ ഉണ്ടായി, അതുകൊണ്ട് ഡിലേ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് ഉടനെ അടി ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, അപ്പോൾ ഭാര്യയും മക്കളും കരച്ചിൽ, ലഹള, നമുക്ക് ഇവിടെ വേണ്ട, അങ്ങനെ വിട്ടിട്ട് പോകുന്ന അവസ്ഥ. ഇതാണോ നിങ്ങളുടെ കഴിവ്? ആരായിരുന്നാലും ശരി, ഇതൊന്നും വലിയ അന്തസ്സുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് ഈ സ്ഥാനത്താണ് നിങ്ങൾ അദാനിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് വരുന്നത്. അദാനിയെ അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൻ വളർന്ന് മോളിൽ കയറുന്നു. അവൻ മോളിൽ കയറുന്നതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഗുണപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ എന്തുണ്ടായി? ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി കൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. എല്ലാവരും പറഞ്ഞു അദാനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അവസാനം എന്തായി? ഹിൻഡൻബർഗ് കൂട്ടിക്കെട്ടി കൊടയും കുരിച്ചു കൊടുത്തു. അവൻ അവിടുന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് വന്നു. നിങ്ങളത് മനസ്സിലാക്കാനുള്ള ഇനിയെങ്കിലും നിങ്ങൾ CPM-ന്റെ ആളുകളും അതിൻ്റെ അണികളും അല്ലെങ്കിൽ CITUക്കാരോ ആരാണ് ഷിപ്പ്യാർഡുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
പിന്നെ അതിനുള്ള ലീഡർഷിപ്പ്, അതിൻ്റെ ഷിപ്പ്യാർഡിൻ്റെ ഓണോ മാനേജ്മെൻറ്റിനോ മറ്റുള്ളവർക്കോ പ്രശ്നമില്ല. അവർക്ക് മാസത്തും പണ്ട് അതിനോട് GM തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. GM മറ്റുള്ള ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും സമയമില്ല സാറ്, ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് പഞ്ചിക്ക് വരും. പിന്നെ അവർക്ക് എന്താ പ്രശ്നം? സമരം ഉണ്ടായിക്കോ, വർക്കുണ്ടായിക്കോ, കോൺട്രാക്ടറല്ല, അവരെങ്ങനെയും പോട്ടെ. അപ്പോൾ നിങ്ങളൊരു 3 കൊല്ലത്തിൻ്റെ ജോബ് ഒരു 6 കൊല്ലം 8 കൊല്ലം എടുത്ത് ചെയ്യുമ്പോൾ ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക. കഴിവുള്ള ആളുകളെ പിടിച്ചു നിർത്താൻ അവർക്കൊരു വീഴ്ച വരികയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. അല്ലാതെ അവൻ നന്നായി കഴിഞ്ഞിട്ട് അങ്ങനത്തെ പണിയൊന്നും ഇവിടെ വേണ്ട, ഞാൻ ആരും നന്നാവേണ്ട കാര്യമില്ല, ഞങ്ങൾ മാത്രം നന്നായാൽ മതി, ഞങ്ങൾ കള്ള് വിറ്റും ലോട്ടറി വിറ്റും ജീവിച്ചോളാം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പെയിന്റിങ് പണിക്ക് പോവും, റോഡ് പണിക്ക് പോവും, മറ്റൊരു സാറ് തണ്ടി പോവും. ശരിയാണ്, സാറ് തണ്ടി. അപ്പം എന്താ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്ലീസ്, ഇത് റിക്വസ്റ്റാണ്. എന്നെ പോലത്തെ ഒരാൾക്ക് ബിസിനസ് വെളിയിലുള്ളത് കൊണ്ട് ഞാനൊക്കെ നിലനിന്ന് പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു സാധനം മറ്റുള്ളവർക്കായി മാറുമായിരുന്നു. ഷിപ്പ്യാർഡിന്റെ മാനേജ്മെന്റിലോ അവർക്കൊന്നും ചെയ്യില്ല, അവർ കൈമാറ്റി. ഞങ്ങൾ എന്ത് ചെയ്യണം? 10 കൊല്ലങ്ങളായിട്ടുള്ളതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഇങ്ങനെ ഉണ്ടാവുന്നൂടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എനിവേ, വി കം ടു ദ പോയിന്റ് നൗ. അപ്പോൾ ഐസ് ബ്രേക്കിംഗ് ഷിപ്പ് ഉണ്ടാക്കുന്നതിന് വഴിയായിട്ട് ഇന്ത്യയിൽ 2030 വരേക്ക് 50 ഷിപ്പുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നത്തെ വേൾഡ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈന, സൗത്ത് കൊറിയ, ജപ്പാൻ, ജർമ്മനി, അതുപോലെ തന്നെ അമേരിക്ക, ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ 22-22 സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. ഇനി അവിടുന്ന് പിടിച്ച് കയറി ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ 2047 കൂടിയിട്ട് നമ്മളൊരു 5ാം നമ്പറിലേക്കെങ്കിലും വരുമെന്നാണ്. ഇപ്പോൾ 2030 10th റാങ്കിങ്ങിലും 2047 കൂടിയിട്ട് 5th റാങ്കിങ്ങിലും എത്തുന്നതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളോട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ 2022 ഇവിടെ വരുന്ന ഷിപ്പുകളിൽ നോൺ ന്യൂക്ലിയർ ഷിപ്സ് ആണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടാൻ പോകുന്നത്. കാരണം ന്യൂക്ലിയർ ഷിപ്പിൻ്റെ കപ്പാസിറ്റിയോ ടെക്നോളജിയോ നമ്മുടെ കയ്യിലില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഇന്ത്യ വളരെയാണ്, ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നു, വളർന്നു വരുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനാൽ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടായിരിക്കണം. ഇത് റഷ്യയുടെ റുസ്താം കമ്പനിയുമായിട്ട് ജോയിന്റ് വെഞ്ചറിലാണ് ഇത് ചെയ്യുന്നത്. അവർ ചൈനയെ തള്ളിക്കൊണ്ടാണ് ഇന്ത്യയെ പാർട്ട്ണറാക്കി എടുത്തിരിക്കുന്നത്. അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനുതകുന്ന രീതിയിലുള്ള സ്റ്റീല് മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് ഇറക്കുമെന്നുള്ള കാര്യത്തിന് തീരുമാനമായിട്ടില്ല. ഇന്ത്യ ടാറ്റ സ്റ്റീലോ മറ്റുള്ള സെയിലോ മറ്റുള്ള ഒരു പ്രൊഡക്ഷൻ കൊടുക്കുമോ അതോ റഷ്യ തന്നെ സപ്ലൈ ചെയ്യുമോ എന്നും നമുക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഗ്രേഡുള്ള സ്റ്റീലാണ് വിച്ച് ഈസ് പ്രൊഡ്യൂസിങ് ഇൻ ഇന്ത്യ. ഐ ഡോണ്ട് നോ ദാറ്റ്. ആ മെറ്റീരിയൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് ആ ലെവലിലോട്ട് എല്ലാം ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായ കാലിൽ നിൽക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുന്നു. 2047 ആകുമ്പോഴേക്കും 5ാം സ്ഥാനത്തേക്ക് കടന്നു വരട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. പിന്നെ ഈ ഷിപ്പ് ബിൽഡിംഗ് ഫീൽഡിൽ വളരെയധികം ലോസുകളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനെ നികത്തുന്നതിന് ഇതൊരു കാരണമായി മാറാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. കാരണം പിപ്പാവൂർ ഷിപ്പ്യാർഡ് അതെല്ലാം ഇന്ന് പൂട്ടിക്കെട്ടിപ്പോയി. ഇന്ത്യയിലെ നമ്പർ 1 ഷിപ്പ്യാർഡായിരുന്നു. ഇത്രയും വലിയ സംഭവങ്ങൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് ഷിപ്പ് ബിൽഡിങ്ങിൽ. ONGCയിലെ ഷിപ്പ് ബ്ലോക്കേജിൽ ഷിപ്പ് ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സം ടെക്നിക്കൽ റീസൺ പിന്നെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു. ഭാരതി ഷിപ്പ്യാർഡ്, ആ പേര് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്ന കമ്പനിയൊക്കെ കൂടി അതിനോട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കമ്പനികളെല്ലാം നാശത്തിൻ്റെ വക്കിലോട്ട് കടന്നുപോയി. ഇനി ഇന്ത്യ ഗവൺമെൻറ്റും അത് ഷിപ്പിംഗ് മിനിസ്ട്രിയും ഇതിനെ ഒന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഷിപ്പിംഗ് ഫീൽഡിൽ വളരെ ചുരുങ്ങിയ കമ്പനികൾ മാത്രമേ വരൂ, എണ്ണാവുന്ന കമ്പനികളെ എന്നുള്ളൂ. ഒത്തിരി കമ്പനികളുണ്ടായിരുന്നു, എല്ലാവരും പൂട്ടിക്കെട്ടി പോകേണ്ട ഒന്നും ഗവൺമെൻറ്റിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഭാഗമാണ്. വേൾഡിൽ മുഴുവനും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ആ ഇമ്പാക്റ്റ് ഇവിടെയും വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആയതിനാൽ ഇത്തരം ഒരു വരുന്നതുകൊണ്ട് നമ്മുടെ ഷിപ്പിംഗ് ഫീൽഡിൽ ഒരു വളരെ വലിയ എനർജി ഉണ്ടാവുന്നതായിരിക്കും. ഇത് ഷിപ്പ്, നോർമൽ ഷിപ്പ്, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയർ, ഫാസ്റ്റ് പെട്രോളിംഗ് വെസൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് യുദ്ധസംബന്ധമായ കാര്യങ്ങൾ, ഡിഫൻസ് സെക്ടർ, ഓയിൽ ടാങ്കർ, USLV, ഇത്തരം അൾട്രാ ലാർജ് ഷിപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനോടനുബന്ധമായി നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങളും നോളജും ഇന്ത്യക്കുണ്ട്. പക്ഷേ അതിന് ഉതകുന്ന രീതിയിൽ സപ്പോർട്ടീവായിട്ടൊരു മിനിസ്ട്രി നമുക്കുണ്ടോ എന്നുള്ളത് എല്ലാവരും തിങ്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എസ്പെഷ്യലി ഇൻ കേരള. സോറി ടു യൂസ് ദി ലാംഗ്വേജ്, അൺഫോർച്ചുനേറ്റ്. ഇവിടുത്തെ ഷിപ്പ്യാർഡിൽ പലരും അത് മിണ്ടാതിരിക്കും. പക്ഷേ ഞാനത് ഓപ്പണായി പറയാണ്. ഇതുവരെ പറയണമെന്ന് കരുതിയല്ല. ഇങ്ങനെ ഒരു ഷിപ്പ് ബ്രേക്കിൻ്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞതാണ്. ഇത് എൻ്റെ പേരിൽ, അല്ലാണ്ട് നിങ്ങൾ ആരെയും ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല.
സോറി ടു യൂസ് ദ ലാംഗ്വേജ് ആൻഡ് ഓക്കെ. വൺസ് അഗെയിൻ എല്ലാവിധ ഭാവങ്ങളും ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾക്കും ഇതിൻ്റെ കോൺട്രാക്ടേഴ്സിനും നേർന്നുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരത് മാതാ കി ജയ്. വൺസ് അഗെയിൻ JFK ഹിയർ. താങ്ക്സ്. ബൈ.